അമ്മ എന്താ ഈ വെരികിനെ പോലെ പാഞ്ഞു കിടക്കുന്നത്? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. ആരെയും നോക്കുന്ന പോലെ ഉണ്ടല്ലോ. ഗിരിജെ, നീ നിന്റെ കാര്യം നോക്കി പോ. വെറുതെ എന്റെ പിറകെ നടന്ന് വഴക്കുണ്ടാക്കാൻ നോക്കണ്ട. എന്റെ അമ്മേ, അമ്മ നോക്കുന്നത് ദുർഗയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പുന്നാര കൊച്ചുമോള് പാതിരാത്രി ആയിട്ടും വീട്ടിൽ കയറാത്തതിന്റെ ടെൻഷനല്ലേ ഈ കാണിക്കുന്നത്? ദുർഗ താമസിക്കുന്നുണ്ടെങ്കിലേ അതിന് അതിന്റേതായ കാരണങ്ങൾ ഉണ്ടാകും. അതിന് നീ ഇടപെടണ്ട. അവൾ ഈ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഞാൻ ഇടപെടും. അല്ലെങ്കിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. വന്നല്ലോ. ഓ ഈശ്വരാ, എവിടെയായിരുന്നടി ഇതുവരെ? ഇന്നും നിനക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നോ? അതല്ല ഗിരിജ, വരണ വഴിക്ക് വണ്ടി കംപ്ലൈന്റ് ആയി. പിന്നെ ഇതിനെയും കെട്ടിവലിച്ച് വർഷാപ്പിൽ കൊണ്ട് നന്നാക്കിയിട്ടാ വരുന്നത്. അതാ ലേറ്റ്. ഓ, ഇന്ന് പുതിയ കാര്യം കിട്ടിയല്ലോ. എന്നടി മിണ്ടാത്തത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അപ്പച്ചി, അത് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്റെ പുറകെ നീയും പോയല്ലേ? ഞാൻ സ്കൂളിൽ പോയത് അപ്പച്ചി. പാതിരാത്രി വരെയാണോ നിന്റെ സ്കൂള്? ഇത്രയും നാൾ ആ ചെറുക്കന്റെ കൂടെ ആയിരുന്നു കറക്കം. ഇപ്പതേ പുതിയ ആളെ കിട്ടി. ഗിരിജ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ദുർഗ എന്റെ മോളെ പോലെയാണ്. പിന്നെ അവളെ സുരക്ഷിതമായി വീട്ടിൽ എത്തിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ആ പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവള് പറഞ്ഞ് തിരുത്തുകയാ വേണ്ടത്, അല്ലാതെ അതിന് കൂടെ പിടിക്കല്ലേ വേണ്ടത്. ഗിരിജെ, നീ നിന്റെ കാര്യം നോക്ക്. ദുർഗയുടെ കാര്യം അന്വേഷിക്കാൻ ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്. ഓ, നിങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം? അമ്മ ഇവിടെ തനിച്ചാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഇവള് സ്കൂളിൽ പോയത്? എന്നിട്ട് വരുന്ന സമയം കണ്ടില്ലേ? അമ്മ എങ്ങനെ തനിച്ചാവും? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്നു മുതലേ അമ്മയുടെ സ്നേഹം കൂടിയത്? ഇത് ദുർഗ വെറുതെ കുറ്റം പറയാൻ വേണ്ടി ഓരോ റീസൺ ഉണ്ടാക്കുന്നതല്ലേ? എന്റെ പേരിൽ നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കല്ലേ. ഇനി ഞാൻ വൈകി വരാതെ ശ്രദ്ധിച്ചോളാം. നടക്കുന്ന കാര്യം പറ. രാത്രി സഞ്ചാരം നിനക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിന്റെ കാരണം ഞാൻ പറയുന്നില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. വസുമതിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതി വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അനിയത്തി എന്നുള്ള കാര്യം ഞാൻ മറക്കും. ഇപ്പോഴെങ്കിലും നിന്റെ നാവൊന്ന് അനങ്ങിയല്ലോ. പണ്ട് മുതലേ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ ദുർഗയെ ആരും ഇങ്ങനെ കൊത്തി വലിക്കില്ലായിരുന്നു. അതെ, ഇനിയെങ്കിലും ചേട്ടൻ ദുർഗയ്ക്ക് വേണ്ടി സംസാരിക്കണം. ദുർഗയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പൊ ആള് കൂടി വരുവാണല്ലോ. ഗിരിജെ, നിന്റെ ആവശ്യം ഇവിടെ കഴിഞ്ഞു. ചെല്ലേ. ചെറിയമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ അച്ഛനൊന്നും പറയുകയോ ചെയ്യോ വേണ്ട. എനിക്ക് വഴക്ക് കേൾക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്കിപ്പോ എല്ലാ ശീലോ. മതി, മോള് പോയി ഫ്രഷ് ആവും. ചെല്ലേ കുട്ടാ, ചെല്ലേ.